ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, കോൺഗ്രസ് നേതാവ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ഇതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന് കോടതിക്ക് വിമർശിക്കാൻ തോന്നിയത് എന്നത് ശരിവെക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഉള്ളടക്കം. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കേസിലും അൻവർ ഉന്നയിച്ച ഓരോ കേസിലും അടിസ്ഥാനമില്ല, വാസ്തവ വിരുദ്ധം, തെളിവുകളില്ല എന്നിങ്ങനെ നിരത്തി പറയുകയാണ്. അപ്പോൾ ഏതറ്റം വരെ അന്വേഷണവും പരിശോധനയും നടത്തിയതിനു ശേഷമാണ് തെളിവില്ല എന്ന ഫൈൻഡിങ്സിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ ഒരു വ്യഗ്രത, ഈ വെളുപ്പിക്കാനുള്ള ഒരു വ്യഗ്രത ഈ വരികൾക്കിടയിൽ താങ്കൾ കാണാൻ കഴിയുന്നുണ്ടോ? അതിനകത്ത് പ്രത്യേകിച്ച് ചോദ്യത്തിന്റെ ആവശ്യമില്ല. സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ, ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ ഇയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. അടിസ്ഥാനപരമായ അന്വേഷണങ്ങളൊന്നും നടത്താതെ തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വ്യക്തതയാർന്ന പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത്തരത്തിൽ കളങ്കിതനായ, ആരോപിതനായ ആൾ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണം നടത്തിയതിന് തുല്യമാണ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതികൾ അന്വേഷിച്ചതിന് തുല്യമാണ്. കാരണം എം.ആർ. അജിത്കുമാർ സർവ്വപ്രതാപിയായി, ഉപരിപ്രതാപിയായി മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവനായി നിൽക്കുമ്പോൾ എം.ആർ. അജിത്കുമാറിനെതിരായി വരുന്ന ആരോപണങ്ങൾ അത് ഈ പറയുന്നത് പോലെ ശ്രീ പി വി അൻവർ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുട്ടുപെട്ടര് കൊടുത്തെന്ന് പറഞ്ഞാലും അന്വേഷണം ഇത്ര മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെ സംബന്ധിച്ച് ഓഫീസിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യർ ഫില്ല് ചെയ്യുന്ന ലാഘവത്തോടെ തന്നെ ഇതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് വായിക്കുന്ന ആളുകൾക്ക് വിജിലൻസിന്റെ അന്വേഷണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് പോലും പരിശോധിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വസ്തുതകൾ വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ട് റിപ്പോർട്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നൽകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എന്തുകൊണ്ട് റിപ്പോർട്ട് ഇത്രയും കാലം പുറത്തുവിട്ടില്ല എന്നതിനുള്ള ഉത്തരം കൂടി ഇപ്പോൾ ഈ കോടതിയുടെ വിമർശനത്തിലും ഒപ്പം ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്ത് കാണുമ്പോൾ അതിന്റെ വരികൾക്കിടയിലും തെളിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലേക്ക് വരാതിരുന്നത്, അല്ലെങ്കിൽ പുറത്തു വരാതിരുന്നതിന്റെയൊക്കെ കാരണം നമുക്കറിയാമല്ലോ. ഇതിനൊന്നും നമ്മൾ വേറൊരാളോട് അല്ലെങ്കിൽ മൂന്നാമതൊരാളോട് ചോദിക്കേണ്ടതില്ല. എം.ആർ. അജിത്കുമാറിനെതിരായ ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൽ നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമെന്നോ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൂഢന്മാരുടെ ലോകത്താണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത്രയും കൃത്യതയാർന്ന ഒരു പരാതി വന്നിട്ട് ആ പരാതിന്മേൽ ഒരു അന്വേഷണം നടത്തി, ആ അന്വേഷണത്തിന്റെ വസ്തുതകൾ ശരിയും തെറ്റും വേർതിരിച്ച് കണ്ടുകൊണ്ട് അതിന്മേലൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് ബോധ്യമാകുമായിരുന്നു. എന്നാൽ അതിന് പകരമായി ഇവിടെ ഒരു അന്വേഷണവും നടത്താതെ ഒരു കിട്ടിയ പരാതിക്ക് അപ്പോൾ തന്നെ അവിടുന്ന് തന്നെ തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിലേക്കാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അല്ല, വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിലൊക്കെ വിജിലൻസ് ഒരു തരത്തിലുള്ള ആഴത്തിലുള്ള അന്വേഷണം നടത്തിയില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഒന്നാമത്തെ കാര്യം, ആ കൃത്യമായ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് വീട് പണി നടത്തിയിട്ടുള്ളത് എന്ന് വിജിലൻസ് പറയുന്നുണ്ട്. സാമ്പത്തികമായ ഒരു ദുരൂഹ ഇടപാടുകളുടെയും ലക്ഷണങ്ങൾ കണ്ടില്ല എന്നും വിജിലൻസ് പറയുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട്, അങ്ങനെ ഒരു അന്വേഷണം നടത്തിയ ഒരു ഫൈൻഡിങ്സിലേക്ക് വിജിലൻസ് എത്തുമ്പോൾ അത് കോടതിയിൽ ചിലപ്പോൾ തള്ളിപ്പോവില്ല എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ തന്നെ സ്വയം ചോദിച്ചതിന് ശേഷമായിരിക്കില്ലേ റിപ്പോർട്ട് സെറ്റ് ചെയ്യുക? അപ്പോൾ നമുക്ക് അങ്ങനെ പൂർണ്ണമായി സംശയിക്കാൻ പറ്റുമോ ഈ വീട് നിർമ്മാണത്തിന്റെയൊക്കെ കാര്യത്തിൽ? അങ്ങനെയല്ല നമ്മൾ എന്താ പറയുന്നത്. എം.ആർ. അജിത്കുമാറിനെതിരായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി, ഒരു DGP 1-2 റിപ്പോർട്ട് കൊടുത്തതിനപ്പുറത്തേക്ക് ഏത് അന്വേഷണമാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്? എന്തിനായിരുന്നു ഇത്തരത്തിൽ സ്വപ്ന സുരേഷിന്റെ കൂട്ടാളിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും, അല്ലെങ്കിൽ പിന്നെ അവിടെ റെയ്ഡ് നടത്തുകയും അവിടെ പോലീസ് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ? അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജനെ ഒരാളിനെ അവിടത്തേക്ക് പറഞ്ഞു വിടുന്നത് എം.ആർ. അജിത്കുമാർ എന്ന അദ്ദേഹം തന്നെ വ്യക്തമാക്കും. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം എന്തായി? എം.ആർ. അജിത്കുമാറിനെതിരായി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായി? അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ഏത് അന്വേഷണത്തിനാണ് ഇത്തരത്തിൽ കൃത്യതയാർന്ന പരിശോധന നടന്നിട്ടുള്ളത്? അപ്പോ ഈ എം.ആർ. അജിത്കുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ലല്ലോ. അത് തന്നെയാണെന്നുള്ള പി വി അൻവറിന്റെയും പരാതി. പി വി അൻവറിനെ സംബന്ധിച്ചും എം.ആർ. അജിത്കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ, മുഖ്യമന്ത്രിയുടെ ഒരു കുടുംബാംഗത്തെ പോലെ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടയാൾ, ആ എം.ആർ. അജിത്കുമാറിനെതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടി, കൃത്യതയാർന്ന നടപടി, പ്രത്യേകിച്ച് അദ്ദേഹം ഈ സംസ്ഥാനത്തെ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കാണ് എന്തെങ്കിലും സാങ്കേതികമായ തകരാറുള്ളത് എന്നുകൊണ്ട് നമ്മൾ കണക്കാക്കാം. എല്ലാ കേസിന്റെയും അവസാനം വാസ്തവവിരുദ്ധവുമാണെന്ന് സാക്ഷിമൊഴികളുടെയും
രേഖകളുടെയും അടിസ്ഥാനത്തിൽ വെളിവായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതൊക്കെ സാക്ഷികളെയാണ് ഓരോ കേസിലും വിസ്തരിച്ചത് എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ സാക്ഷികളോ വാദി ഒഴിച്ച് പ്രതികളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമോ ശരിയായ രീതിയിൽ പോകുമെന്ന് നമ്മളാരെങ്കിലും ചിന്തിച്ചു വശായാൽ നമ്മളെ വേണം കുറ്റപ്പെടുത്തുവാൻ. കാരണം തുടക്കം മുതൽ എം.ആർ. അജിത് കുമാറിനെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നിട്ടുണ്ടോ, വസ്തുതകളുടെ പിൻബലത്തിൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ടോ, അതിലൊന്നിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എം.ആർ. അജിത് കുമാർ പൂരം കളിക്കലുമായി ബന്ധപ്പെട്ട് എം.ആർ. അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് തുടർച്ചയായി എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നീതിപൂർവമായ പൊതുസമൂഹത്തിന് 4 പേർ കേട്ടാൽ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നായി താങ്കൾ സ്വീകരിക്കാമോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് കൂട്ടർക്കും വേണ്ടപ്പെട്ടവർ അവരുടെ പാർട്ടി നേതാക്കന്മാർക്ക് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് താല്പര്യം. ആ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അവരോട് താല്പര്യം. അവരെ ഒന്നും തൊട്ടിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടിയും എന്തെങ്കിലും കാരണത്താൽ ഉണ്ടാകും നമ്മളാരെങ്കിലും ചിന്തിക്കുക പോലും അരുത്. അങ്ങനെ എന്തുകൊണ്ടിങ്ങനെ എന്ന ചോദ്യം അവിടെയില്ല. എം.ആർ. അജിത് കുമാർ ആണെങ്കിൽ അവിടെ പിന്നെ എന്തുകൊണ്ട് എന്ന ചോദ്യം അവിടെയില്ല. അദ്ദേഹമാണ് ശരി. എം.ആർ. അജിത് കുമാറിനേക്കാൾ നല്ല സത്യസന്ധനായ കൃത്യതയുള്ള ഒരു ഓഫീസർ വേറെ ഇല്ല എന്ന് സർക്കാർ മുൻകൂട്ടി സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് അന്വേഷണം നടത്തിയിട്ട് എന്താ കാര്യം? ശരി, വ്യക്തമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നന്ദി പ്രതികരിച്ചതിന്.